തൃശൂർ മണ്ണൂത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. എറണാകുളം സ്വദേശികളാണ് പിടിയിലായവർ. മോഷണത്തിന് ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് എടപ്പാൾ സ്വദേശി മുബാറക്കിനെ ആക്രമിച്ച പ്രതികൾ പണം തട്ടിയെടുത്തത്. MS ലിഷോയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ലിഷോയ്, ഇവരെങ്ങനെയാണ് പിടിയിലായത്? ഇവർ കുഴൽപ്പണം തട്ടുന്ന മാഫിയയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതികളുടെ ലഭ്യമായിരുന്നു. കൂടാതെ ഈ ഇന്നോവ കാറും അതിൻ്റെ വിവരങ്ങളും ഉൾപ്പെടെ പോലീസിന് ലഭ്യമായിരുന്നു. ഇവർ ഈ പണം തട്ടിയ ശേഷം നേരെ എറണാകുളം ഭാഗത്തേക്കാണ് പോയത്. അവിടെ നിന്നും ഡൽഹിയിലേക്ക് പോയി 3 പ്രതികളെ ഡൽഹിയിൽ നിന്നാണ് നിലവിൽ തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇവരുടെ പക്കൽ നിന്നും പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് തന്നെ ഇവരെ മണ്ണുത്തിയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് മുബാറക്ക് എന്ന് പറയുന്ന എടപ്പാൾ സ്വദേശി, അദ്ദേഹം തൃശൂർ മണ്ണുത്തിയിൽ ബാംഗ്ലൂരുവിൽ നിന്ന് വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാഗിലുണ്ടായിരുന്ന 75 ലക്ഷം രൂപ ഈ സംഘം കവർന്ന ശേഷം ഈ മുബാറക്കിനെയും അവിടെ ഉണ്ടായിരുന്ന കടയുടമയെയും ആക്രമിച്ച ശേഷം ഇവർ ഇന്നോവ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ സിറ്റി പോലീസ് നടത്തിയ മണ്ണുത്തി പോലീസും തൃശൂർ സിറ്റി പോലീസും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ നിലവിൽ കണ്ടെത്താനായി സാധിച്ചിരിക്കുന്നത്. ഇവർ എറണാകുളം സ്വദേശികളാണ് ഈ പ്രതികൾ എന്നുള്ളതാണ് നിലവിൽ പോലീസ് പുറത്തുവിടുന്ന വിവരം. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവരെ തൃശൂരിലേക്ക് എത്തിച്ച ശേഷം വിശദമായ ചോദ്യം രൂപയാണ് ഇവർ കവർന്നെടുത്തത്. പ്രതികളെ പോലീസിന് പിടിക്കാനായിരിക്കുന്നു എന്നുള്ള വിവരമാണ് MS ലിഷോയ് പങ്കുവച്ചത്.